വടക്കേ അമേരിക്കയിലെ 8 നഗരങ്ങളിൽ 40 ദിവസത്തെ പര്യടനത്തിനു ശേഷം അമ്മയുടെ 2024 USA ജപ്പാൻ യാത്രയ്ക്ക് ടോക്കിയോയിൽ പര്യവസാനം. 3 ദിവസത്തെ പരിപാടിക്കാണ് അമ്മ ടോക്കിയോയിലെ ഷിൻജുക്കുവിലെത്തിയത്. നീണ്ട 5 വർഷത്തെ കാത്തിരിപ്പിനു ശേഷം എത്തിയ അമ്മയെ സ്വീകരിക്കാൻ ആയിരങ്ങളാണ് ടോക്കിയോയിൽ ഒത്തുകൂടിയത്. ജപ്പാനിലെ ഇന്ത്യൻ അംബാസിഡർ സിബി ജോർജും ഭാര്യയും അമ്മയെ ഊഷ്മളമായി സ്വീകരിച്ചു. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശത്തിലൂടെ കിഴക്കിനെയും പടിഞ്ഞാറിനെയും ബന്ധിപ്പിക്കുന്നതിൽ അമ്മയുടെ പങ്കിനെക്കുറിച്ച് തന്റെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ച സിബി ജോർജ്, മാനവസേവ മാധവസേവ എന്ന ആദർശത്തിന്റെ തെളിവാണ് അമ്മയുടെ ജീവിതമെന്നും കൂട്ടിച്ചേർത്തു. ചടങ്ങിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വൃക്ഷത്തൈ നടീൽ പ്രചാരണമായ ഏക് പേഡ് മാ കെ നാം, അമ്മയുടെ പേരിൽ ഒരു വൃക്ഷം പദ്ധതി അമ്മ ഉദ്ഘാടനം ചെയ്തു. അമ്മയുടെ ജാപ്പനീസ് ഭക്തരുടെ ബെഡുഗ നൃത്തത്തോടെയാണ് പരിപാടികൾ സമാപിച്ചത്. സ്പെയിനിൽ നിന്നുള്ള നേത്രരോഗ വിദഗ്ധർ, ഒപ്റ്റോമെട്രിസ്റ്റുകൾ, നഴ്സുമാർ എന്നിവരടങ്ങുന്ന ഒരു പറ്റം സന്നദ്ധ സേവകരും സ്പാനിഷ് NGO ആയ വിസിയോ സാൻസ ഫ്രഞ്ചേർലസും അമ്മ കെനിയയുമായി ചേർന്ന് കെനിയ, സെനഗൽ, സിയറ ലിയോൺ, കാമറൂൺ എന്നിവിടങ്ങളിലെ 2850-ലധികം ആൾക്കാർക്ക് സൗജന്യ നേത്ര പരിശോധന നടത്തി. തെരഞ്ഞെടുത്ത 842 രോഗികളിലാണ് ശസ്ത്രക്രിയ നടത്തിയത്. സംഘടനാ പ്രവർത്തകർ ചേരികളും ആദിവാസി മേഖലകളും സന്ദർശിച്ച് പ്രാദേശിക ആരോഗ്യ പ്രവർത്തകരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സഹകരണത്തോടുകൂടി രോഗികളെ കണ്ടെത്തുകയും ആശുപത്രികളിലും ഡിസ്പെൻസറികളിലുമായി ശസ്ത്രക്രിയയ്ക്ക് വേണ്ട സ്ഥലങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുകയായിരുന്നു. ദിവസത്തിൽ 14 മണിക്കൂർ വരെ വിശ്രമമില്ലാതെ ജോലി ചെയ്താണ് സംഘം പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. അമ്മയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് 2011 ആരംഭിച്ച ഈ സംരംഭം ഇന്ന് വരെ 9100-ലധികം ശസ്ത്രക്രിയകൾ നടത്തുകയും 36,600 ജോഡി കണ്ണടകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ബുർക്കീന ഫാസോ, സാംബിയ എന്നിവിടങ്ങളിലേക്കും ഈ സംഘത്തിന്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചിട്ടുണ്ട്. വിടവാങ്ങിയത് അമൃതപുരി ആശ്രമത്തിലെ ഓമനയായ അമ്മയുടെ പ്രിയപ്പെട്ട നായ. 20 വർഷത്തിലേറെയായി ആശ്രമത്തിലെ ഒരു യഥാർത്ഥ ആത്മീയചാരിയായി ജീവിച്ച തുമ്പൻ ഒരുപാട് ഓർമ്മകൾ ബാക്കിവെച്ചാണ് യാത്രയാവുന്നത്. അമ്മ തന്നെ തുമ്പന്റെ അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചു. ഭക്തിയുടെ അന്തസത്ത ഉൾക്കൊണ്ട് ഗുരുവിനെ അനുസരിക്കുന്നതിന്റെ അമൂല്യമായ നിരവധി പാഠങ്ങൾ തുമ്പൻ ഇക്കാലയളവിൽ പഠിപ്പിച്ചുവെന്നും ആശ്രമധർമ്മങ്ങൾക്കനുസൃതമായി ജീവിച്ച ഒരു അസാധാരണ മാതൃകയാണ് തുമ്പനെന്നും സ്വാമി അമൃത സ്വരൂപാനന്ദപുരി അനുസ്മരിച്ചു. രാജ്യത്തിന്റെ 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് അമൃതപുരി. സ്വാമി വേദാമൃതാനന്ദപുരി ദേശീയ പതാക ഉയർത്തുകയും പ്രസാദ വിതരണം നിർവഹിക്കുകയും ചെയ്തു. ചടങ്ങിന്റെ ഭാഗമായി ആശ്രമത്തിൽ ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്ന 221 ബറ്റാലിയൻ CRPF ഉദ്യോഗസ്ഥരും കേരള പോലീസും സല്യൂട്ട് നൽകി. നിസ്വാർത്ഥ സേവനത്തിനുള്ള അവസരമെന്ന നിലയിൽ ആശ്രമ നിവാസികളും സന്നദ്ധ പ്രവർത്തകരും ശുചീകരണത്തിനായി ഒത്തുകൂടി. വസുദൈവ കുടുംബകം എന്ന സന്ദേശം പണ്ടുമുതലേ പങ്കുവച്ച ഭാരതഭൂമിയെ പരിപാലിക്കാൻ കിട്ടിയ അവസരം സന്തോഷത്തോടെ സ്വീകരിക്കുകയാണെന്ന് വിദേശികളായ അന്തേവാസികൾ അറിയിച്ചു. വിവിധ പരിപാടികളോടെ ഓഗസ്റ്റ് 26-ന് ആശ്രമത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. പ്രഭാതം മുതൽ ഉണ്ണിക്കണ്ണന്റെയും രാധയുടെയും വേഷം കെട്ടിയ ബാലികാ ബാലന്മാർ അമൃതപുരിയെ അമ്പാടിയാക്കി. വിദേശ പര്യടനം കഴിഞ്ഞ് തിരിച്ചെത്തിയ അമ്മയുടെ സാന്നിധ്യം അമൃതപുരിയെ കൂടുതൽ ഉത്സവ സമാനമാക്കി തീർത്തു. രാവിലെ നാമസങ്കീർത്തനവും തുടർന്ന് ഗോപൂജയും നടന്നു. വൈകിട്ട് ആശ്രമത്തിൽ നടന്ന ശോഭായാത്രയിൽ വിദേശികളടക്കം കൃഷ്ണന്റെയും രാധയുടെയും വേഷമണിഞ്ഞ നിരവധി പേരാണ് പങ്കെടുത്തത്. ധർമ്മത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാരണത്തിനായി ഭഗവാൻ ഭൂമിയിൽ അവതാരം ചെയ്ത പുണ്യദിനമാണ് ജന്മാഷ്ടമിയെന്ന് അമ്മ തന്റെ സന്ദേശത്തിൽ പറഞ്ഞു. ജീവിതത്തെ 100% ഉത്സവമാക്കിയ ഒരേയൊരു വ്യക്തി ശ്രീകൃഷ്ണനായിരുന്നുവെന്നും ഭഗവാന്റെ ദിവ്യചരിതവും ഉപദേശങ്ങളും ജനകോടികളെ സത്യധർമാദികളുടെ പാതയിലൂടെ ഇന്നും നയിച്ചുകൊണ്ടേയിരിക്കുന്നുവെന്നും അമ്മ കൂട്ടിച്ചേർത്തു. ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയ്ക്ക് ശേഷം അമ്മയുടെ സാന്നിധ്യത്തിൽ ഉറിയടിയും കലാപരിപാടികളും ഭജനയുമുണ്ടായി. രാത്രി 11:30-ന് ബാലഗോപാല പൂജ, ഭാഗവത പാരായണം, പ്രസാദ വിതരണം എന്നിവയോടുകൂടി പരിപാടികൾ അവസാനിച്ചു. സ്ട്രെസ് മാനേജ്മെന്റിനുള്ള ഇന്റഗ്രേറ്റഡ് അമൃത മെഡിറ്റേഷൻ ടെക്നിക് ശില്പശാല ഗോവയിൽ സംഘടിപ്പിച്ചു. ഗോവയിലെ പ്ലാനറ്റ് ഹോളിവുഡ് ബീച്ച് റിസോർട്ടിലെ ജീവനക്കാർക്കും പനാജിയിലെ ഡെംപോ ഗ്രൂപ്പിന്റെ സീനിയർ എക്സിക്യൂട്ടീവുകൾക്കുമായാണ് അമൃത സർവകലാശാലയുടെ നേതൃത്വത്തിൽ
അയാം മെഡിറ്റേഷൻ പരിശീലനം നൽകിയത്. 2003 അമ്മയാണ് എല്ലാവർക്കും എളുപ്പത്തിൽ പരിശീലിക്കാവുന്ന അയാം മെഡിറ്റേഷൻ രീതി ലോകത്തിനു മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ഇന്ന് ഈ രീതി ലോകത്തിലാകെ 1000-ലധികം ആൾക്കാർ പരിശീലിച്ചു വരുന്നുണ്ട്. സർട്ടിഫൈഡ് അയാം ഇൻസ്ട്രക്ടർ ബ്രഹ്മചാരിണി വാഗീശ്യാമൃത ചൈതന്യ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. വിവിധ വകുപ്പുകളിൽ നിന്നുള്ള മാനേജർമാർ, എക്സിക്യൂട്ടീവുകൾ, പ്രൊഫഷണലുകൾ എന്നിവരുൾപ്പെടെ പങ്കെടുത്തവരെല്ലാവരും ശില്പശാല പ്രയോജനപ്രദമാണെന്ന് അറിയിച്ചു. ഛത്തീസ്ഗഡിലെ റായ്പൂരിലുള്ള പ്രഗതി കോളേജിൽ ബാച്ചലർ ഓഫ് എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികൾക്കായി ഒരു സെൽഫ് മാനേജ്മെന്റ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. ബ്രഹ്മചാരിണി അമൃതാത്മിക ചൈതന്യ, ബ്രഹ്മചാരിണി നിസീമ എന്നിവർ നേതൃത്വം നൽകി. സ്വയം നിയന്ത്രണം, സ്ട്രെസ് മാനേജ്മെന്റ്, റിഫ്ലക്റ്റീവ് പ്രാക്ടീസുകൾ എന്നിവ പരിശീലിക്കുവാൻ അധ്യാപകരെ സജ്ജരാക്കുക എന്നതായിരുന്നു വർക്ക്ഷോപ്പിന്റെ ലക്ഷ്യം. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൗമ്യ നായർ സ്വാഗതം ആശംസിച്ചു. നേതൃത്വത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ, ആശ്രമത്തിന്റെ യുവജന വിഭാഗമായ അയുധിന്റെ ആമുഖം, അമ്മയുടെ ആഗോള മാനുഷിക സംരംഭങ്ങൾ പ്രദർശിപ്പിക്കുന്ന വീഡിയോകൾ, UN-ന്റെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന അമൃത സർവകലാശാലയുടെ സാങ്കേതിക പദ്ധതികൾ എന്നിവ പരിപാടിയിൽ അവതരിപ്പിച്ചു. അയുധ് അംഗമായ പ്രിയ സാലിയന്റെ മുംബൈയിലുള്ള ബൈന്ദറിലുള്ള ഭവനത്തിൽ അയുധ് ഹോം കണക്ട് പ്രോഗ്രാം സംഘടിപ്പിച്ചു. അമൃതപുരി ആശ്രമത്തിൽ നിന്നുള്ള ബ്രഹ്മചാരിണിമാരുടെ നേതൃത്വത്തിൽ അമ്മയുടെ അഷ്ടോത്തരം, ഭജന, സത്സംഗം എന്നിവയോടെ ആരംഭിച്ച പരിപാടിയിൽ പുതിയ അയുധ് അംഗങ്ങളെ സ്വാഗതം ചെയ്തു. നിഷാന്ത് ഷെട്ടിയെ പോലെയുള്ള പങ്കാളികൾ പ്രചോദനാത്മകമായ അനുഭവത്തിന് നന്ദി രേഖപ്പെടുത്തി. അഹമ്മദാബാദിലെ അമൃത വിദ്യാലയത്തിൽ RSS സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പിൽ വോളണ്ടിയർമാരായി അയുധ് അംഗങ്ങൾ. രക്തം ദാനം ചെയ്യുന്നതിലൂടെ മാത്രമല്ല, ക്യാമ്പിലുടനീളം രജിസ്ട്രേഷൻ മുതൽ ദാതാക്കൾക്കുള്ള ലഘുഭക്ഷണം വരെ വിവിധ സേവനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അയുധ് അംഗങ്ങൾ അവരുടെ അർപ്പണബോധം പ്രകടിപ്പിച്ചു. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരുടെയും ഇടയിൽ ഐക്യവും സേവനത്തോടുള്ള പ്രതിബദ്ധതയും ഊട്ടിയുറപ്പിക്കുന്ന കമ്മ്യൂണിറ്റി സ്പിരിറ്റിന്റെ ശക്തമായ പ്രകടനമായിരുന്നു ഈ സേവനം. കോർ അയുധ് അംഗമായ ശുഭം റാവു ഇത്തരമൊരു മഹത്തായ കാര്യത്തിൽ പങ്കെടുത്തതിൽ സംതൃപ്തി പ്രകടിപ്പിച്ചു. 18 വയസ്സ് തികഞ്ഞ തന്റെ ആദ്യ രക്തദാന അനുഭവമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് കൊയിലാണ്ടി അമൃത വിദ്യാലയത്തിൽ സത്സംഗ സമിതിയുടെ നേതൃത്വത്തിൽ ലളിത സഹസ്രനാമ യജ്ഞവും വിശ്വശാന്തി പ്രാർത്ഥനയും സംഘടിപ്പിച്ചു. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി ഉൾപ്പെടെയുള്ള പ്രമുഖ ആചാര്യന്മാരും വിവിധ മഠാധിപതിമാരും പരിപാടിക്ക് നേതൃത്വം നൽകി. യജ്ഞത്തിൽ നവഗ്രഹ ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, ധന്വന്തരി ഹോമം എന്നിവയുൾപ്പെടെ നിരവധി ചടങ്ങുകൾ നടന്നു. ലോകസമാധാനത്തിനു വേണ്ടിയുള്ള കൂട്ടായ പ്രാർത്ഥനയുടെ ശക്തമായ പ്രകടനമായി ഈ യജ്ഞം മാറി. റീയൂണിയൻ ഐലൻഡിൽ സെന്റ് ലൂയിസിലുള്ള അമ്മ സെന്ററിൽ 2024 ഓഗസ്റ്റ് 31 ശനിയാഴ്ച വിളക്കുപൂജ നടത്തി. സെന്റ് ലൂയിസ് മേയർ മാഡം ജൂലിയാന, ബഹുമാനപ്പെട്ട ശ്രീ ഭൂപേന്ദ്ര സിംഗ്, ജനറൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നിവരുടെ സാന്നിധ്യത്താൽ അനുഗ്രഹീതമായ ചടങ്ങിന് സ്വാമി യോഗാമൃതാനന്ദപുരി നേതൃത്വം നൽകി. അടുത്ത ദിവസം സെപ്റ്റംബർ 1, 2024 ഞായറാഴ്ച സെന്റ് ജെനീസിലെ ക്യാൻഡൻ ഹാളിൽ ഇന്റഗ്രേറ്റഡ് അമൃത ധ്യാനം അയാം സെഷൻ നടത്തി. മഹാസമുദ്രത്തിലെ ഒരു വിദേശ വകുപ്പും ഫ്രാൻസിന്റെ പ്രദേശവുമായ റീയൂണിയനിൽ നടന്ന ധ്യാനത്തിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. അമ്മയുടെ ധ്യാന പരിശീലനങ്ങളിൽ വർദ്ധിച്ചുവരുന്ന താൽപര്യത്തെ സൂചിപ്പിക്കുന്ന തരത്തിൽ ധ്യാനം സമാധാനപരവും ആത്മീയ സമ്പന്നവുമായ ഒരു അനുഭവമായി മാറി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് NIRF റാങ്കിംഗ് 2024 പ്രകാരം രാജ്യത്തെ മികച്ച സർവകലാശാലകളിൽ 7ാം സ്ഥാനവുമായി ഇന്ത്യയിലെ പ്രമുഖ മൾട്ടി ഡിസിപ്ലിനറി സർവകലാശാലയായ അമൃത വിശ്വവിദ്യാപീഠം. തുടർച്ചയായ 8ാം വർഷമാണ് അമൃത ആദ്യ 10ൽ ഇടം നേടുന്നത്. 2003 സ്ഥാപിതമായ ഈ സർവകലാശാല ഇത്തരമൊരു നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സർവകലാശാലയാണ്. ഇതോടൊപ്പം മികച്ച 10 മെഡിക്കൽ കോളേജുകളിൽ 8ാം റാങ്കോടെ അമൃത സ്കൂൾ ഓഫ് മെഡിസിനും ഇടം നേടി. കൂടാതെ അമൃത സ്കൂൾ ഓഫ് ഫാർമസിയും അമൃത സ്കൂൾ ഓഫ് ഡെന്റിസ്ട്രിയും അതത് വിഭാഗങ്ങളിൽ 13ഉം 14ഉം സ്ഥാനങ്ങൾ നേടിയിട്ടുണ്ട്. സർവകലാശാലയിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും അർപ്പണബോധത്തോടെയുള്ള പരിശ്രമങ്ങൾക്കൊപ്പം ചാൻസലർ എന്ന നിലയിൽ അമ്മയുടെ ദീർഘവീക്ഷണമുള്ള നേതൃത്വമാണ് ഈ വിജയത്തിന് കാരണമെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ P. വെങ്കിട്ടരംഗൻ പറഞ്ഞു. വനത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ കാട്ടാനകളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം നിരീക്ഷിക്കുവാനും കുറയ്ക്കുവാനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള നൂതന സംവിധാനമാണ് അമൃത സർവകലാശാല പുറത്തിറക്കിയത്.
അമ്മച്ചി ലാബ്സ് വികസിപ്പിച്ചെടുത്ത അമൃത എലിഫന്റ് വാച്ച് അലേർട്ട് സിസ്റ്റം ആനകളുടെ ചലനങ്ങൾ തത്സമയം ട്രാക്ക് ചെയ്യുന്നതിന് AI-യിൽ പ്രവർത്തിക്കുന്ന ക്യാമറകളും സെൻസറുകളുമാണ് ഉപയോഗിക്കുന്നത്. മൃഗങ്ങളെ കണ്ടെത്തുമ്പോൾ ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിലെ മരങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറകൾ അടുത്തുള്ള താമസക്കാർക്ക് ഫോട്ടോകളും വീഡിയോകളും ഉൾപ്പെടെ തൽക്ഷണ അലേർട്ടുകൾ അയക്കുന്നു. കോയമ്പത്തൂരിന് സമീപം വിജയകരമായി പരീക്ഷിച്ച ഈ സംവിധാനം മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകാനും അപകടകരമായ ഏറ്റുമുട്ടലുകൾ തടയാനും ലക്ഷ്യമിട്ടുള്ളവയാണ്. അമൃത സർവകലാശാലയുടെ 9ാമത് ക്യാമ്പസ് ഓഗസ്റ്റ് 22-ന് തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ കേന്ദ്രമന്ത്രി എൽ മുരുകൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം, ഗവേഷണം, തൊഴിൽ മേഖലകളിലെ ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള പുരോഗതിയെപ്പറ്റി അദ്ദേഹം എടുത്തു പറഞ്ഞു. സ്റ്റാർട്ടപ്പുകളുടെ കുതിച്ചുചാട്ടവും ആഗോള വ്യാവസായിക കേന്ദ്രമായി രാജ്യം ഉയർന്നുവരുന്നതും മന്ത്രി ചൂണ്ടിക്കാട്ടി. മാതാ അമൃതാനന്ദമയി മഠം ട്രഷറർ സ്വാമി രാമകൃഷ്ണാനന്ദപുരി സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. നാഗർകോവിൽ ക്യാമ്പസിൽ കമ്പ്യൂട്ടർ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് എന്നീ വിഷയങ്ങളിൽ ബിടെക് പ്രോഗ്രാമുകളും കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, മാനുഫാക്ചറിംഗ് ആൻഡ് ഓട്ടോമേഷൻ എന്നിവയിൽ എംടെക് പ്രോഗ്രാമുകളുമാണ് ഉള്ളത്. അമൃത സർവകലാശാലയുടെ കോയമ്പത്തൂർ ക്യാമ്പസിൽ ഗോകുലാഷ്ടമി ആഘോഷം സംഘടിപ്പിച്ചു. പ്രഭാഷണങ്ങൾ, ചെണ്ടമേളം, പ്രകടനങ്ങൾ, നൃത്തങ്ങൾ എന്നിവയുൾപ്പെടെ നടന്ന പരിപാടിയിൽ സർവകലാശാലയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു. സർവകലാശാലയിലെ പ്രതിഭാധനരായ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന സാംസ്കാരിക പ്രകടനങ്ങൾ പങ്കെടുത്ത എല്ലാവർക്കും മറക്കാനാവാത്ത അനുഭവമായി മാറി. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ 27ാമത് ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു. എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി, ആയുർവേദം തുടങ്ങിയ പഠനവകുപ്പുകളിൽ നിന്നായി 2167 വിദ്യാർത്ഥികൾ ബിരുദം കരസ്ഥമാക്കി. പ്രൊഫസർ ഭൂഷൺ പട്വർദ്ധൻ മുഖ്യാതിഥിയായി. സന്തുലിത സാങ്കേതിക വിദ്യയുടെയും ആഴത്തിലുള്ള പഠനത്തിന്റെയും ആവശ്യകതയെക്കുറിച്ച് പ്രൊഫസർ ഭൂഷൺ പട്വർദ്ധൻ തന്റെ മുഖ്യപ്രഭാഷണത്തിൽ അഭിപ്രായപ്പെട്ടു. കൊച്ചി ക്യാമ്പസിന്റെ 26ാമത് കോൺവെക്കേഷനിൽ 450 വിദ്യാർത്ഥികൾ ബിരുദം നേടി. സർവകലാശാല ചാൻസലർ കൂടിയായ അമ്മ സമൂഹത്തെ നിസ്വാർത്ഥമായി സേവിക്കുവാൻ തന്റെ വീഡിയോ സന്ദേശത്തിലൂടെ ബിരുദധാരികളോട് ആവശ്യപ്പെട്ടു. മുഖ്യാതിഥിയായ ലോക്നാഥ് ബെഹ്റ, വിശിഷ്ടാതിഥി ഡോക്ടർ ബി അശോക് എന്നിവരും ബിരുദധാരികളെ അഭിസംബോധന ചെയ്തു. കോയമ്പത്തൂർ ക്യാമ്പസിൽ 21ാമത് കോൺവൊക്കേഷനിൽ 2040 ബിരുദധാരികൾ പങ്കെടുത്തു. പ്രൊഫസർ അഭയ് കരൺദിക്കർ ഇന്ത്യയുടെ ഭാവിയിൽ ശാസ്ത്രം, സാങ്കേതികവിദ്യ, സംരംഭകത്വം എന്നിവയുടെ പങ്ക് എടുത്തുകാട്ടിക്കൊണ്ട് സംസാരിച്ചു. ശാസ്ത്രവും ആത്മീയതയും സമന്വയിപ്പിച്ച് സർവകലാശാലയുടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തെ പ്രകീർത്തിച്ചും ഉന്നത വിജയം നേടിയവരെ ആദരിച്ചും ചടങ്ങുകൾ സമാപിച്ചു. അമൃത സർവകലാശാലയുടെ പുതിയ ശില്പചിത്രകലാ കേന്ദ്രം തിരുവനന്തപുരം പൂങ്കുളത്ത് രജിസ്ട്രാർ ഡോക്ടർ കെ ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം മാതാ അമൃതാനന്ദമയി മഠം അധ്യക്ഷൻ സ്വാമി ശിവാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. കല്ലിയൂർ പഞ്ചായത്ത് അംഗം ബിജു എസ്, സർവകലാശാല വക്താക്കൾ എന്നിവർ സംസാരിച്ചു. കലാവിദ്യാഭ്യാസത്തിനും സാംസ്കാരിക സംരക്ഷണത്തിനും ഒരു പുതിയ പ്ലാറ്റ്ഫോം പ്രദാനം ചെയ്യുന്ന കേന്ദ്രത്തിൽ ശില്പത്തിന്റെയും ചിത്രകലയുടെയും വിവിധ വിഷയങ്ങളിൽ 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളാണ് നടത്തുന്നത്. 2024 ഏപ്രിൽ മുതലാണ് കോപ്പറേറ്റീവ് ഓൺലൈൻ ഇന്റർനാഷണൽ ലേണിംഗ് COIL പ്രോഗ്രാമിലൂടെ ജപ്പാനിലെ റിറ്റ്സു മൈക്കൻ സർവകലാശാലയിലെ വിദ്യാർത്ഥികളുമായി അമൃത സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ സഹകരിച്ചു വരുന്നത്. ഈ ഉദ്യമത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് 1 മുതൽ 9 വരെ ജപ്പാനിൽ നടന്ന ലോക യുവജന സംഗമത്തിൽ WYM 2024 അമൃത സർവകലാശാലയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തിരുന്നു. അവർ തങ്ങളുടെ കോയിൽ പ്രോജക്ട് ഫലങ്ങൾ ഇതിന്റെ ഭാഗമായി നടന്ന കോൺഫറൻസിൽ അവതരിപ്പിച്ചു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ IMA രാജ്യവ്യാപക പണിമുടക്കിൽ ഫരീദാബാദിലെ അമൃത ആശുപത്രിയിലെ ഡോക്ടർമാരും അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. കൊൽക്കത്തയിലെ RG-കാർ മെഡിക്കൽ കോളേജിൽ നടന്ന ദാരുണമായ സംഭവത്തെ തുടർന്ന് ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ അടുത്തിടെ നടക്കുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു പണിമുടക്ക്. രാവിലെ പ്രതീകാത്മക പ്രതിഷേധ മാർച്ചോടെ ആരംഭിച്ച ദിനാചരണങ്ങൾ വൈകുന്നേരം സമാധാനപരമായ മെഴുകുതിരി മാർച്ചോടെ സമാപിച്ചു. ഫരീദാബാദ് അമൃത ആശുപത്രിയിലെ ക്ലിനിക്കൽ ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റ് അഡ്വാൻസിംഗ് സിലിയാക് ഡിസീസ് കെയർ ഹെൽത്ത് കെയർ പ്രൊഫഷണലുകൾക്കുള്ള സമഗ്ര തന്ത്രങ്ങൾ എന്ന വിഷയത്തിൽ സിലിയാക് ഡിസീസ് കെയർ സെമിനാർ സംഘടിപ്പിച്ചു. സിലിയാക് സപ്പോർട്ട് ഓർഗനൈസേഷന്റെ CSO സഹകരണത്തോടുകൂടിയായിരുന്നു പരിപാടി.
ഇൻക്ലൈനിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ NK അറോറ, CSO പ്രസിഡന്റ് ഡോക്ടർ സുഷമ നാരായൺ എന്നിവർ പങ്കെടുത്തു. എയിംസിലെ പ്രൊഫസർ ഡോക്ടർ ഗോവിന്ദ് മഖാരിയ, സീനിയർ ന്യൂട്രീഷൻ കൺസൾട്ടന്റ് ശ്രീമതി അനുജ അഗർവാല എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. സിംപോസിയത്തിൽ വിവിധ മൾട്ടി ഡിസിപ്ലിനറി മേഖലകളിൽ നിന്നുള്ള 100-ലധികം പ്രതിനിധികൾ പങ്കെടുത്തു. കൊച്ചി അമൃത ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ തമിഴ്നാട്ടിലെ രാമനാഥപുരത്തുള്ള അമൃത വിദ്യാലയം ക്യാമ്പസിൽ സൗജന്യ പീഡിയാട്രിക് കാർഡിയാക് സ്ക്രീനിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു. 200-ലധികം കുട്ടികളെ അമൃത ആശുപത്രിയിലെ മെഡിക്കൽ സംഘം പരിശോധിച്ചു. പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പിൽ ഹൃദയ ശസ്ത്രക്രിയയോ മറ്റ് ചികിത്സയോ ആവശ്യമുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് കൊച്ചി അമൃത ആശുപത്രിയിൽ സൗജന്യ ചികിത്സ നൽകുന്നതാണ് പദ്ധതി. ജനസിസ് ഫൗണ്ടേഷൻ, HDFC, ERGO എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയകൾ വാഗ്ദാനം ചെയ്യുന്ന വിശാലമായ പദ്ധതിയുടെ ഭാഗമായി 10ാമതായാണ് തമിഴ്നാട്ടിൽ ഇത് നടപ്പിലാക്കിയത്. അമ്മയുടെ 71ാം ജന്മദിന ആഘോഷത്തിൽ വെച്ച് ഈ സംരംഭത്തെ ആദരിക്കും. ലിംഫാറ്റിക് ഫൈലേറിയയെ ചെറുക്കുന്നതിനുള്ള സുപ്രധാന പദ്ധതിക്കായി ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും ICMR കൊച്ചിയിലെ അമൃത ആശുപത്രിയും സഹകരിച്ച് പ്രവർത്തിക്കും. ഗുരുതരമായ വീക്കത്തിനും വൈകല്യത്തിനും കാരണമാകുന്ന ലിംഫാറ്റിക് ഫൈലേറിയസിസ് ബാധിച്ചവർക്ക് സമഗ്രമായ പരിചരണവും പിന്തുണയും നൽകുന്നതാണ് ഈ പദ്ധതി. ചേർത്തല KVM നഴ്സിംഗിൽ വെച്ച് കേരള കൃഷിമന്ത്രി ശ്രീ P. പ്രസാദ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ LF രോഗികളും അവരുടെ കുടുംബാംഗങ്ങളും കോളേജിലെ നഴ്സിംഗ് ഫാക്കൽറ്റികളും വിദ്യാർത്ഥികളും പങ്കെടുത്തു. പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും അനേകരുടെ ജീവിത നിലവാരത്തെ ബാധിക്കുന്ന രോഗങ്ങൾ തുടച്ചു നീക്കുന്നതിനുമുള്ള കേരളത്തിലെ സർക്കാരിന്റെയും മെഡിക്കൽ സ്ഥാപനങ്ങളുടെയും പ്രതിബദ്ധതയാണ് ഈ കൂട്ടായ പ്രവർത്തനത്തിലൂടെ തെളിയുന്നതെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. അമൃത സർവകലാശാലയുടെ സ്പീച്ച് പാത്തോളജി ആൻഡ് ഓഡിയോളജി വകുപ്പ് ഈ രംഗത്തെ പ്രമുഖരായ വിദഗ്ധരെ ഒന്നിപ്പിച്ച് ഹോളിസ്റ്റിക് പീഡിയാട്രിക് കെയർ അഡ്വാൻസസിൽ സിംപോസിയം സംഘടിപ്പിച്ചു. എപ്പിക്കോൺ എന്ന പേരിൽ നടന്ന സിംപോസിയത്തിൽ ആരോഗ്യരംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. സംസാരം, ഭാഷ, കേൾവി, പോഷണ വെല്ലുവിളികൾ എന്നിവ വിലയിരുത്തുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുമുള്ള സമഗ്രമായ സമീപനത്തിലൂടെ പീഡിയാട്രിക് കെയർ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ആവശ്യകത എന്തെന്ന് സിംപോസിയം മുന്നോട്ടുവച്ചു. വികസന പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടികളുടെ മൊത്തത്തിലുള്ള ക്ഷേമം മെച്ചപ്പെടുത്തുവാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ സിംപോസിയത്തിൽ ചർച്ച ചെയ്തു.